ബോണി, എല്ലാ തവണയും ബോണി എന്നോടല്ലേ എൻ്റെ പാട്ട് ചോദിക്കുന്നത്. ഇത്തവണ ബോണി ഒരു ഞാൻ എഴുതിയിട്ടുള്ള ഒരു പാട്ടൊന്ന് മൂളാൻ പറ്റുമെങ്കിൽ മൂളാം. ഞാൻ മൂളാൻ പറഞ്ഞത് അതിന് വരി പാടല്ലെന്നല്ല, അതിന് വരി കൊള്ളത്തില്ലാഞ്ഞിട്ടാണോ? മൂളാൻ പറഞ്ഞപ്പോ കൃത്യമായ അനുസരിച്ച് അത് മൂളുക തന്നെ. ഇത് ഈ പാട്ട് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കാൻ കാരണം എൻ്റെ വീട്ടില് പണ്ട് അന്ന് കാസറ്റാണല്ലോ, കാസറ്റുള്ള സമയത്ത് ഇറങ്ങിയ പാട്ടല്ലേ. ചേട്ടനൊരു കാസറ്റ് പ്ലെയർ, ഒരു 2 വലിയ ബോക്സും ഒക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഈ കാസറ്റാണ് അന്ന് വീട്ടിലുള്ളത്. എല്ലാ ദിവസവും രാവിലെ ഈ കാസറ്റ് ഇടും. അപ്പം അന്ന് ഇങ്ങനെ ഉള്ളിൽ കയറിയതാണ്. ശരിയാ, ഇത് വളരെ രസമല്ലേ. ഞങ്ങളുടെ വീട്ടിലും പണ്ട് ടേപ്പ് റെക്കോർഡർ മേടിക്കാൻ കരഞ്ഞിട്ട് കാര്യമില്ല. മുതിരയൊക്കെ തിന്നുന്ന കാലം, അതായത് നമുക്ക് കൃത്യമായ ആഹാരമൊക്കെ ഇച്ചിരി പാടുള്ള സമയമാണ്. അപ്പോൾ പിന്നെ ടേപ്പ് റെക്കോർഡറും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തിട്ട് അടി കിട്ടും. അപ്പം പിന്നെ ഒരു ടേപ്പ് റെക്കോർഡർ എന്തെങ്കിലും ഉണ്ടാകണമെന്ന് ഓർക്കുന്ന ദിവസം. അപ്പം ഞാനിപ്പോഴും ഓർക്കുക, ഈ ടേപ്പ് റെക്കോർഡർ കിട്ടുന്ന സമയത്ത് റേഡിയോയും ടേപ്പ് റെക്കോർഡറുകളുള്ള കിട്ടുന്ന ഒരു ചുമന്ന ടേപ്പ് റെക്കോർഡറാണ്. എന്നിപ്പോൾ രഞ്ജിനിയിൽ നമ്മുടെ ജെറി അമൽദേവിൻ്റെ 1000 ആ പാട്ട് വന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത്. ഈ തലയ്ക്കകത്ത് ആ പാട്ടിങ്ങനെ എത്ര എന്ന് പറഞ്ഞ പോലെ തലയിൽ കയറിയല്ലേ ഈ പാട്ട്. നമ്മളിങ്ങനെ ആദ്യമായിട്ടൊക്കെ കൂടെ കേൾക്കുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുമല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഒരു സോഫ്റ്റ്, ഒരു മനസ്സിനൊരു തണുപ്പും മഞ്ഞും തണലും കൃപയും ഒരു തലോടലും ഒക്കെ തരുന്ന, അങ്ങനെ ഞാൻ തന്നെ പറയുമ്പോൾ എനിക്ക് നാണക്കേടാണ് ഞാൻ പറഞ്ഞതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടായത്. അല്ല, അച്ഛൻ പറഞ്ഞത് ശരിയാ. ഒരു സന്തോഷവും നന്ദിയും ആരാധനയും പ്രത്യാശയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വരികളും നല്ല ട്യൂണും. വെറുതെ കിട്ടിയതാ ബോണി, ഇത് വെറുതെ കിട്ടുന്ന ചെറിയ യാത്രക്കിടെ കിട്ടിയതാ. കോഴിക്കോട് നിന്ന് നടവയലിന് പോകുമായിരുന്നു. കോഴിക്കോട് നടവയലിന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു 93-4 എൻ്റെ ഓർമ്മ. ഒരു ഡിസംബർ 23 എനിക്ക് അന്ന് ഒരു റാൻഡം ജേർണി ഉണ്ടെന്ന് എനിക്കിഷ്ടമായിരുന്നു. ചുമ്മാതെ പറയാതെ ഒരാളെ അങ്ങ് സന്ദർശിക്കുക, അൺഎക്സ്പെക്റ്റഡായി സന്ദർശിക്കുക. അതൊരു വലിയ ത്രില്ല. അയ്യോ ബ്രദറോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞെട്ടുമ്പോൾ ഭയങ്കര അയ്യോ ദേണ്ട വന്നേന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സന്തോഷമാണ്. അപ്പം എരുമേലിൽ ഒരിക്കൽ പേട്ട തുള്ളുന്ന സമയത്ത് പേഴത്ത് മൂട്ടിൽ നിന്നൊരു വീട്ടിൽ പോയി. അയ്യോ അവരുടെ വായു പൊളിച്ചിട്ട് അവരുടെ വാവിനെ അടയ്ക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ പോലെ നടവയിൽ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെല്ലുന്ന. അപ്പോൾ അമ്മച്ചിക്കൊക്കെ വലിയ കാര്യമാണ്, ഷമാശനാണ്, ചെല്ലാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പകൽ സമയത്തൊക്കെ ചെന്നില്ല. അപ്പോൾ പിന്നെ അവർ ചെല്ലത്തില്ലെന്ന് മനസ്സിലായി. രാത്രി 10 മണിക്കോ 8:30ക്കോ ഓർക്കുന്നില്ല, കോഴിക്കോട് നിന്ന് ഒരു നടവയിൽ ബസ് കിട്ടി. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 10:30-11 ആകുമ്പോൾ ചെല്ലുമെന്ന്. ബോണി 10:30, 10:45, 11 സമയം 11:15. എനിവേ അവിടെ ചെന്നപ്പോൾ രാത്രി 12. ശരിക്കും ക്രിസ്മസിൻ്റെ നക്ഷത്രം, മഞ്ഞ്, നടവയൽ, മാനന്തവാടി, പുത്തമ്പുര. അച്ഛൻ എൻ്റെ നല്ല സുഹൃത്താണ്, പുത്തമ്പുരയച്ഛൻ. ഞാനവിടെ ചെല്ലുമ്പം നല്ല മഞ്ഞ്, ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ ഒറ്റയ്ക്ക് നടക്കണം. ഈ സമയത്ത് ആരോടും ചോദിക്കാനൊന്നുമില്ല. ഈ സമയത്ത് ഈ മഞ്ഞും ഈ ചെറിയ നിലാവും ഈ വീടുകളിലെ ഒറ്റപ്പെട്ട നക്ഷത്ര വിളക്കും എല്ലാം കണ്ടപ്പം തൂമഞ്ഞിൻ തുള്ളി പോലെ സോറി എന്നെ ചൂഴ്ന്നു നിൽക്കുമല്ല പാപഭാരവും ഇന്നു താഴ്ന്നലിഞ്ഞു മാഞ്ഞു പോയി
മഞ്ഞലയായി. അങ്ങനെ പാട്ട് പറഞ്ഞത്. അച്ഛനൊന്ന് ബ്രദറാണോ? അന്ന് ബ്രദറാണ്. 96 അച്ഛനാകുന്നത്, 94 ശമാശനാണ്. ആ സമയത്താണ് കിട്ടിയ പാട്ടാണ് അല്ലേ? ദൈവം ഇടപെടും, ഏത് സാഹചര്യത്തിൽ ഇടപെടും. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ ദൈവം നമ്മുടെ ഏത് സാഹചര്യത്തിലും ഒരു പുതിയ പ്രവൃത്തി ചെയ്യും. പുതുമ ഒരിക്കലും എൻ്റെ ദൈവത്തിന് ബോണിക്ക് വേണ്ടി കൂടി ആലോചിച്ചിട്ടൊരു കാര്യം ചെയ്യണം. നമ്മളിത് പറഞ്ഞൊന്നും അറിയത്തില്ല, ദൈവത്തിനൊരു പറഞ്ഞെന്ന് തോന്നുന്നു, ഒന്നുകൂടെ കേട്ടാലും തെറ്റില്ല. ബോണിയുടെ ഒരു പ്രശ്നത്തിൽ വന്നപ്പം പിതാവിനെ പോയി പരിശുദ്ധാത്മാവിനോട് ചോദിക്കേണ്ടത്, ഇങ്ങനെ നമ്മുടെ ബോണി ചെല്ലാൻ ഒരു വല്ലാത്ത പ്രശ്നത്തിലാണ്, എൻ്റെ ആലോചന നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും കാണുന്നില്ല, പരിശുദ്ധാത്മാവിൻ്റെ വല്ല തലയിൽ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ പ്രവൃത്തി ചെയ്യുക എന്ന് നിൻ്റെ ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ദൈവം ചിലപ്പോൾ ഈ പാട്ട് പാടുന്ന സമയത്ത് മഞ്ഞ് വന്ന് വീഴും. ഞാൻ ഓർക്കുകയാണ്, ശക്തികുളങ്ങരക്കാരൻ, എനിക്കൊരു സ്നേഹിതനുണ്ട്, എമ്മാനുവൽ എന്നാ പേര്. അവൻ പറയുമായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, ആ സമയം ഈ മരിയൻ ഇറങ്ങുന്ന സമയം, ഇവൻ അന്നൊന്നും അറിയത്തില്ല, ഏതോ ഒരു പാട്ട് കേട്ടിട്ട്, മരിയൻ കുറച്ച് നല്ല പാട്ടാണെന്ന് കേട്ടിട്ട് ഈ പയ്യൻ എമ്മാനുവേൽ ഒരു കെട്ടിടത്തിൽ, ഒരു ഏതാണ്ട് വാടകയ്ക്ക് എടുത്തൊരു കെട്ടിടത്തിൽ, എൻ്റെ ഏകദേശം അറിവാ, എന്നോട് നേരിട്ട് പറഞ്ഞാൽ കെട്ടിടം വാടകയാണെന്ന് ഓർക്കുന്നില്ല, ഇവർ 4 പേരിരുന്ന് ദൈവത്തെ ആരാധിക്കുക. എൻ്റെ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു, സുഹൃതങ്ങൾ നിറഞ്ഞിടാൻ. യഥാർത്ഥത്തിൽ എമ്മാനുവേൽ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട് എനിക്കറിയില്ല, യേശു അറിയുന്നു. എമ്മാനുവേലിനോട് പറഞ്ഞു, അച്ഛാ, അക്ഷരാർത്ഥത്തിൽ മഞ്ഞ് വന്ന് ഞങ്ങളെ ചുറ്റി. അപ്പം ശരിക്കും ഇപ്പോൾ ഈ ഭാരം, ഇപ്പം നമ്മളൊരു പാട്ടിനെക്കുറിച്ചായിരിക്കും പറയുന്നത്, പക്ഷെ ഒരു പ്രാരാബ്ധത്തിലിരിക്കുന്ന നിൻ്റെ നേരെ ഒരു മഞ്ഞ് ഈ പാട്ടിൻ്റെ വരികളിൽ നിന്ന് വന്ന് വീഴ്ത്താൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെയാണ് നടവയലിൽ വെച്ച് നടക്കുമ്പോൾ കിട്ടിയ പാട്ടാണ്. നടവയലിൽ നടക്കുമ്പോൾ കിട്ടിയ പാട്ടാണ്. അതും പാതിരാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോൾ കിട്ടിയതാണ്. അപ്പം അങ്ങനെ നടക്കുമ്പം ശ്വാസോച്ഛ്വാസം പോലെ പാട്ട് പറക്കാമെങ്കിൽ, നിൻ്റെ ഇപ്പോൾ ആരും അറിയാത്ത പ്രശ്നത്തിൽ ഈ പുൽത്തുമ്പിൽ മഞ്ഞുതുള്ളി വന്ന് നിൽക്കുന്നത് പോലെ നിൻ്റെ നീറുന്ന പ്രശ്നത്തിൽ ഹോസിയ 14:5 ഇസ്രായേലേ, നിൻ്റെ തലയ്ക്ക് മുകളിൽ ഞാനൊരു തുഷാര ബിന്ദു പോലെ വന്ന് നിൽക്കും. ഹോസിയ 14:5. അപ്പോൾ ഈ പാട്ടിലെ ഇന്നു താഴ്ന്നലിഞ്ഞു മാഞ്ഞു പോയി മഞ്ഞലയായി, ആദ്യത്തെ വരിയുണ്ടല്ലോ, വാഴ്ത്തി പാടിടാം നാഥ, വാഴ്ത്തി പാടിടാം, വാഴ്ത്തി പാടുമ്പോൾ സ്വയം താഴ്ത്തി പാടിടാം. ഞാൻ വളരെ വളരെ തുറന്നു പറഞ്ഞ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ആ ലൈനാണ്.
എൻ്റെ പാഴ്ക്കിനാക്കളേകും ശോകഭാരവും. പലപ്പോഴും ദുഃഖം നമ്മുടെ മൂഢ സ്വപ്നങ്ങളിൽ നിന്നാണല്ലോ. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം, എനിക്ക് KCBC ഒരു അവാർഡ് തന്നില്ല. എനിക്ക് തരേണ്ടതായിരുന്നല്ലോ. അതെന്നെ തരാതിരുന്ന എന്താ കാര്യം? ഞാനിതിനെക്കുറിച്ച് അങ്ങ് ദുഃഖിച്ച് ഞാൻ തനിയെ പാഴ്ക്കിനാക്കൾ കൊണ്ട് ഞാൻ തന്നെ ദുഃഖം ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? എൻ്റെ പള്ളി പെരുന്നാൾ കഴിഞ്ഞു, എൻ്റെ പള്ളി പെരുന്നാൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ നടന്നു, ഞാനൊരു ആരാധന നടത്തി. അതെന്താ അവരാരും സംഘാടകർ പ്രത്യേകം ഒന്നും എടുത്ത് പറഞ്ഞില്ലല്ലോ. അതെന്നാ പറഞ്ഞു, ഞാൻ ഇത്രയും എടുത്ത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ എൻ്റെ പാഴ്ക്കിനാക്കളാണ് പലപ്പോഴും ശോകത്തിന് കാരണം, ദുഃഖത്തിന് കാരണം. അത് മഞ്ഞള പോലെ എൻ്റെ പാഴ്ക്കിനാക്കൾ കാറ്റേറ്റ് മഞ്ഞ് പോലെ അങ്ങ് മാറിപ്പോയാൽ പിന്നെ അത്ര അതിൻ്റെ ദുഃഖമില്ലല്ലോ. അത് വലിയൊരു തിരിച്ചറിവാട്ടോ അച്ഛൻ, വലിയൊരു തിരിച്ചറിവ്. പല ദുഃഖങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ, പല ദുഃഖങ്ങളും അതുകൊണ്ടാണ് സാധാരണ മനുഷ്യർക്ക്, സിമ്പിൾ ഫെയ്ത്ത് ഉള്ളവർക്ക് പല ദുഃഖങ്ങളുമില്ല, നീണ്ടു നിൽക്കുന്ന ഒരു ദുഃഖവുമില്ല. വളരെയധികം പഠിച്ചവർക്കും വളരെയധികം ദൈവത്തെ അറിഞ്ഞവർക്കും ചില ദുഃഖങ്ങളുണ്ട്. എൻ്റെ വാക്ക് തെറ്റ്. വളരെയധികം പഠിച്ചവർക്കും മറ്റും ദൈവത്തിൻ്റെ മഹാപ്രബോധനങ്ങളൊക്കെ അറിയാം. പക്ഷെ അവർക്ക് ഭയങ്കര ദുഃഖങ്ങളുണ്ട് ജീവിതത്തിൽ, സ്ഥായിയായ ദുഃഖങ്ങളുണ്ട്. തിയോളജി പഠിച്ച ആൾക്ക് വലിയ ദുഃഖമാണ്, പഠിച്ചിട്ടെങ്ങും എത്താൻ പറ്റിയില്ല. ഒരാൾക്ക് ദുഃഖം. ചിലപ്പോഴൊക്കെ ആത്മീയ വഴിയിലാണ് നടക്കുന്നതെന്ന് തീർച്ചയായിട്ടും ചിലർക്ക് ദുഃഖം, ആ ധ്യാനത്തിന് ആൾ കുറഞ്ഞു പോയി, കുറച്ചുകൂടെ പോസ്റ്ററൊക്കെ അടിച്ചിരുന്നെങ്കിൽ ആൾക്കാർ വരത്തില്ലായിരുന്നോ? ദുഃഖമായി പോയി. അപ്പം നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ പാഴ്ക്കിനാക്കൾ കൊണ്ടുണ്ടാക്കുന്ന ദുഃഖമാണ്. മനസ്സിലായ അതൊരു ആവശ്യമില്ലാത്ത ദുഃഖം അല്ലേ? ഒരാവശ്യമില്ലാത്ത ദുഃഖം. കാരണം മാറോടെന്നെ ചേർത്തു നിർത്തി, മാറിപ്പോയി പാപമെല്ലാം. മാറോടെന്നെ ചേർത്തു നിർത്തി, മാറിപ്പോയി പാപമെല്ലാം. ആ വരി ഞാൻ നോക്കുക കേട്ടോ, പണ്ട് എഴുതിയതല്ലേ. മാലിന്യങ്ങൾ മാഞ്ഞു പോയി, മേലെ വാനിൽ ഞാൻ പറന്നു. നല്ല രസമുള്ളൊരു വരിയാ, മേലെ വാനിൽ ഞാൻ പറന്നുപോയി. ശരിക്കും ഒരു ഉള്ളിലെ ഭാരം പോയിട്ട് നമ്മളിങ്ങനെ ഒരു സോഫ്റ്റായിട്ട് പറക്കുന്നു. തൂമഞ്ഞിൻ്റെ തുള്ളിയുള്ളിൽ തേൻകണമായി, കണ്ണുനീരിൻ തുള്ളിയെല്ലാം പൊൻകണമായി. ദൈവത്തിൻ്റെ തൂമഞ്ഞ് തുള്ളി കൊണ്ട് കണ്ണീരിനെ ഒറയൊഴിച്ചാൽ അത് കിട്ടുന്ന തൈരാണ് പൊൻകണം. ജീവിതത്തിൻ്റെ പവിഴശോഭ, പളുങ്ക്, പ്രകാശം, പ്രത്യാശ. കണ്ണീരിനകത്ത് ദൈവത്തിൻ്റെ തൂമഞ്ഞും കൂടെ ചേർത്താൽ, ഒറയൊഴിച്ച് കെട്ടിപ്പൂട്ടി വെച്ചാൽ പിന്നെ തുറക്കുമ്പോൾ നല്ല സ്വർഗത്തിൻ്റെ തൈര് കിട്ടും. അതാണ് ആർക്കും എടുക്കാൻ പറ്റാത്ത പ്രത്യാശ. കണ്ണുനീരിൻ തുള്ളിയുള്ളിൽ, കാരണം തൂമഞ്ഞിൻ്റെ തുള്ളിയുള്ളിൽ തെൻകണമായി. അതെൻ്റെ കണ്ണുനീരിനോട് ചേർന്നപ്പോൾ കണ്ണുനീരിൻ തുള്ളിയെല്ലാം പൊൻകണമായി. എന്നിൽ മാനസാന്തരം വരുത്തി തിരുവചനം. ബോണി ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും ബോണിയുടെ മുഖത്തും എൻ്റെ മുഖം പോലെ ചിരിച്ചില്ലെങ്കിൽ സ്ഥായിയായ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും എനിക്കങ്ങനെ തോന്നി. ചിരിയൊക്കെ നല്ല ഇന്നസെൻ്റാണ്, പക്ഷേ ചിരിക്കുന്നില്ലെങ്കിൽ മുഖത്ത് ഒരു ശരിയാണോ ഈ പറയുന്ന അറിയത്തില്ല, ജഡ്ജ്മെൻറ്റ് തെറ്റാണെന്ന് അറിയത്തില്ല. ചിരിക്കുന്നില്ലെങ്കിൽ മുഖത്തൊരു ചില വിഷാദം, ചില വിഷമങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലേ? ഉണ്ടച്ച, വിഷമം എല്ലാവർക്കും ഉള്ളതാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈശോയുടെ ഒരു കൃപ കൊണ്ട് എല്ലാം, നേരത്തെ അച്ഛൻ പറഞ്ഞല്ലോ, ദൈവത്തിന് തെറ്റ് പറ്റില്ല എന്ന് അച്ഛൻ പറഞ്ഞു. തെറ്റ് പറ്റില്ല. ആ ഒരു വിശ്വാസം എന്നെ പിടിച്ചു നിർത്തുന്നുണ്ട്, എന്നെയും, നമ്മളെ രണ്ടുപേരെയും, നമ്മളെ കാണുന്നവരെയും നമ്മളെ കേൾക്കുന്നവരെയും. അച്ഛാ, കാണുന്നവരെയും കേൾക്കുന്നവരെയും കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ട് വിട്ടുപോയി. പളുങ്കുകളിൽ കണ്ടിട്ട് പലരും, എൻ്റെ അടുത്തൊരു കുറച്ചധികം പേര് ഇങ്ങനെ
കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ പറയുന്ന ചില വാക്കുകൾ അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ അടുത്ത് ഇത്രയും പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒത്തിരി പേര് പറഞ്ഞിട്ടില്ല. എനിക്കത് കേൾക്കുമ്പോൾ കണ്ണ് നിറയുന്നൊരു അനുഭവമുള്ളൂ. കാരണം നമ്മൾ കഴിയുന്നിടത്തോളം ഉണ്ടാക്കി പറയാതിരിക്കാനാണ്. ഒരു ഹൃദയത്തെ ബലപ്പെടുത്തണം യേശുവിൻ്റെ നാമത്തിൽ എന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനൊരു സത്യമുണ്ട്. അപ്പോൾ ആ സ്വർഗം, ആ സത്യം കണ്ടല്ലോ എന്നോർക്കുമ്പം സന്തോഷമാണ്. എനിക്ക് സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ദൈവത്തോട് തീരാത്ത നന്ദിയുള്ളൂ. ഓരോ കാര്യവും നമുക്കറിയാമല്ലോ, ഈ പാട്ടുകൾ വെച്ച് ബോണിയും ഞാനും മാത്രം, നമ്മൾ കാണിക്കുന്ന ചില ചെപ്പടി വിദ്യകൾ, ഇതൊക്കെ കൊണ്ട് ഈ ഇത്രയും നിറപ്പകട്ടാർന്ന ചാനലുകളുടെ നടുക്ക് ലോട്ട് ഓഫ് സ്പോണ്ടേനിയസ് പ്രോഗ്രാംസ്, തത്ത പോലെ സംസാരിക്കുന്ന പെണ്ണുങ്ങളെ, കുട്ടികളെ, ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മുടെ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് ആളുകൾ ഇരിക്കുമ്പോൾ, അല്ല, ലോകത്തിൻ്റെ രീതിയിൽ പറഞ്ഞാൽ അതിനിടയ്ക്ക് നമ്മുടേതൊന്നുമല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു കൃപയാൽ കാണുന്നവർക്കെല്ലാം ഞാൻ തിരിച്ചെന്ന് പറയുകയാണ് ബോണി, ദൈവിക ശുശ്രൂഷ നമ്മൾ നടത്തിയാലും ആര് നടത്തിയാലും ലോകത്തിൻ്റെതിനേക്കാൾ വലുതായതുകൊണ്ടാണ് ഈ നിറപ്പകിട്ടിനൊന്നും അവരുടെ കണ്ണുകളെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാതെ ഈ ശുശ്രൂഷ ആൾക്കാർ കണ്ടെങ്കിൽ, ഈ നിറത്തിനും ബഹളത്തിനും ഫാഷനും ഭ്രമത്തിനും സമ്മാനത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഈ രണ്ടുപേര് മാത്രം കാണിക്കുന്ന ഇതിന്, അപ്പോൾ ദൈവത്തിൻ്റെ മീഡിയ, ദൈവത്തിൻ്റെ സാങ്കേതികത എത്രയോ വലുതാണ്. അതിൻ്റെ ഒരു അംശവും നിഴലും മാത്രമാണ് ഇതിലൂടെ പളുങ്കുകടലിലൂടെ പോകുന്നത്. എന്നോടും പറഞ്ഞിട്ടുണ്ട്. ഞാനത് അതിലൊത്തിരി ആനന്ദിക്കാതിരിക്കാൻ ശ്രമിച്ചു. കാരണം സൂക്ഷിച്ചില്ലെങ്കിൽ അറിയാതെ നമ്മൾ സ്വയം ബൂസ്റ്റ് ചെയ്യും, നമ്മളെ തന്നെ പൊക്കി പറയും. അപ്പം ഞാൻ പറയും, പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ധ്യാനമൊക്കെ പ്രസംഗിക്കാൻ പറയും, നിങ്ങൾ പളുങ്കുകടൽ എന്ന് പറഞ്ഞ 14-ാം എപ്പിസോഡിൽ, പളുങ്കുകടലിൻ്റെ 14-ാം എപ്പിസോഡിൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിക്കും. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് പളുങ്കുകടലിൻ്റെ 14-ാം എപ്പിസോഡിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഈ പളുങ്കുകടൽ എന്ന വാക്കൊക്കെ കയറ്റാൻ നോക്കുക ആൾക്കാരുടെ തലയിൽ. അത് വേണ്ട. എന്നോടും ചിലർ വന്നിട്ട് ഈ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് അനുഭവങ്ങളുണ്ടായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് സഹോദരങ്ങളെ പോലെ ദൈവത്തിനാണ് നന്ദി പറയുന്നത്. ഒരാൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഒരു അമ്മച്ചി, എനിക്ക് ഒരു എപ്പിസോഡും കാണാൻ പറ്റാറില്ല സഹോദരങ്ങളത്, എനിക്ക് സന്തോഷത്തോടെ പറയാം, എനിക്ക് ടി വി ഇല്ല. അതെനിക്ക് സന്തോഷമാണ്. കാരണം ടി വിയുടെ ഒക്കെ കണ്ടാൽ ഞാൻ ഇത്രയും കൂടെ നല്ല ആളായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ടി വി ഇല്ല, അതിന് സമയമില്ല. പക്ഷേ പറഞ്ഞതൊക്കെ എന്താണെന്ന് കാണാൻ ഇൻ്റർനെറ്റിൽ നോക്കാറുണ്ട്. എനിക്ക് യൂട്യൂബിലുണ്ട്, കിടപ്പുണ്ട്. വേണ്ടവർക്ക് ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയാണ് കുറച്ചൊക്കെ കണ്ടത്. യൂട്യൂബിൽ കാണാൻ പറ്റാത്ത എല്ലാ എപ്പിസോഡും കാണാൻ പറ്റും, അല്ലേ? യൂട്യൂബിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കാണാനായിട്ട് ഞാൻ അങ്ങനെയാണ് കണ്ടത് ബോണി. ഞാൻ പറയാൻ വന്നത്, ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഇനി പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങിയാൽ പോരാ, പ്രാർത്ഥിച്ചുകൊണ്ടേ ഉറങ്ങണം. ഒരമ്മ വന്നിട്ട് പറഞ്ഞ്, അച്ഛാ, മക്കളോട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ, പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങിയാൽ പോരാ, നിങ്ങൾ പ്രാർത്ഥിച്ചും കൊണ്ടേ. ഒരു പക്ഷേ നല്ലതായിരിക്കും നിങ്ങൾക്ക് അങ്ങനെ. അച്ഛാ, അത് ആ അമ്മയ്ക്ക് മാത്രമായിരിക്കണമെന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നെ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടേ ഉറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം വീട്ടിൽ പോയിട്ട് ഞാൻ പറയുകയും ചെയ്തായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേ ഉറങ്ങണം. അതെന്നാണ് ഞാൻ ചിരിക്കുന്നത്. എന്തുവാ ചിരിക്കുന്നത്? അല്ലെന്ന് ഞാനും ഇത് എഴുതിച്ചുകൊണ്ട് എഴുതിയതല്ല. നമ്മളാ ശുശ്രൂഷ ഇരുന്നപ്പോൾ എനിക്ക് കർത്താവ് പറഞ്ഞ് നൽകിയ ബോധ്യമാണ്. ആ വാക്കിനകത്തൊരു രഹസ്യം കിടക്കുന്ന കണ്ടോ കുഞ്ഞ് എന്നിങ്ങനെ ഉള്ളിൽ തട്ടി ഒരു ബോധ്യം എനിക്ക് ലഭിച്ചതാണ്. അല്ലാതെ ബോണി ഞാനിത് വെച്ചുകൊണ്ട് എഴുതി വല്ലതും ആണോ? അങ്ങനെ വായി വന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ എഴുതിയതാണ്. പക്ഷെ വെറുതെ നിസ്സാരമായിട്ട് പറഞ്ഞതല്ല. പക്ഷെ നമ്മൾ ശുശ്രൂഷയിൽ ഇരുന്നപ്പം ആ കണ്ടിന്യൂവസ് പ്രെയർ, നിദ്രയും പ്രാർത്ഥനയാക്കുന്ന അങ്ങനെ വന്ന. അപ്പം അച്ഛൻ ചിന്തിക്കുമ്പോൾ അത് ഇങ്ങനെ വെറുതെ വന്നതാണെന്ന് അച്ഛന് തോന്നാം. പക്ഷെ അച്ഛൻ പറഞ്ഞ വാക്കിൽ തന്നെ ദൈവത്തിന് തെറ്റ് പറ്റില്ലല്ലോ. ദൈവത്തിന് ഒരിക്കലും തെറ്റ്, ദൈവം കൃത്യമായിട്ട് എഴുതിച്ചാണത്. ഉറപ്പ്. അതുകൊണ്ട് അങ്ങനെ അനുഭവങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ഇത് പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ ഒരു ആളുകൾക്കൊക്കെ ഒരു അഭിഷേകം കൂടുതൽ വർദ്ധിക്കും. അതെ അച്ഛാ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇങ്ങനൊരു സംഭവം പറഞ്ഞത്. പറയാമെന്ന് അല്ല, നമ്മളെ കാണുന്ന പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇങ്ങനെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഈ അച്ഛൻ്റെ വാക്കുകളിലൂടെ, പളുങ്കുകളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവം തരുന്ന ഈ പാട്ടിൻ്റെ പവിത്ര പാലാഴിയിൽ ഒരു മുത്തു നിങ്ങളുടെ എങ്ങാനും ചങ്കിലേക്ക് വന്ന് വീണാൽ തീർച്ചയായിട്ടും ഷാലോമിലേക്ക് എഴുതാം, ഫോൺ വഴി അറിയിക്കാം. ഷാലോമിൻ്റെ അഡ്രസ്സ് എല്ലാവർക്കും
അറിയാവുന്നതാണല്ലോ. ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമൊഴി PO, കാലിക്കറ്റ്. ഞങ്ങളോട് പറയുന്നതൊക്കെ ഞങ്ങൾക്കിത് പറയുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഊതി വീർപ്പിക്കാനും ഒക്കെ തോന്നും. അതിന് പകരം ശാലോം അത് ഏതെങ്കിലും സമയത്ത് ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ ദൈവജനത്തിന് വേണ്ടി പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ പങ്കുവയ്ക്കട്ടെ, അല്ലേ? അതെ അച്ഛാ. തൂമഞ്ഞിൻ്റെ തുള്ളിയുള്ളിൽ തേൻകണമായി നിങ്ങൾക്കിന്നു തോന്നിയാലോ അതും കുറിക്കണം, ഒരു സാക്ഷ്യമായി മാറിയിടട്ടെ ദൈവവചനം. ആ പാട്ടിൻ്റെ ട്യൂണിൽ അങ്ങ് പാടിയെന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലായി. ഈ പാട്ടിൻ്റെ ചരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പാട്ടിൻ്റെ ചരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുറെ നാളായല്ലോ അച്ഛാ കേട്ടിട്ട്. അത് അച്ഛനൊന്നും ശ്രുതി മാറിയോ എന്നറിയത്തില്ല. നിൻ മുറിവിൽ ചേർത്തു നിർത്തി നിന്ദനങ്ങൾ നീ എടുത്തു. എൻ്റെ പ്രിയപ്പെട്ട ബോണി, അതായത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കർത്താവിൻ്റെ മുറിപ്പാട് ചോർപ്പ് കണ്ടിട്ടുണ്ടോ? ഈ ചോർപ്പെന്ന് വെച്ചാൽ ഈ കുപ്പിക്കകത്ത് നമ്മൾ ഈ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുമ്പം ചോർന്നു പോകാതെ മേളിലൊരു അതിന് പറഞ്ഞ പേരെന്താ നിങ്ങളുടെ നാട്ടിൽ? ചോർന്ന് ഇങ്ങനെ ഒരു സാധനം മേളി വെക്കും, എന്നിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത്. അതിനകത്തോട് കുനിലോ കുന്തവോ കുടച്ചക്കറോ ചോർപ്പോ എന്തോ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വിടർന്നിരിക്കും, താഴെ ചേർത്ത് അതെടുത്ത് കുപ്പിക്കകത്ത് വെക്കും. നമുക്ക് ചുമ്മാ ഒഴിക്കാം, അല്ലെങ്കിൽ കുപ്പിക്കകത്ത് വെച്ചാൽ താഴേക്ക് പോകുന്ന ഭയം വേണ്ട. ഒരു തുള്ളി പോലും ചോർന്നു പോകുമെന്ന് പേടിക്കണ്ട, പാളിപ്പോകുമെന്ന് പേടിക്കണ്ട, നഷ്ടപ്പെടുമെന്ന് വിചാരിക്കണ്ട. ആ മുറിവുകൾ, യേശുവിൻ്റെ മുറിവ് ചോർപ്പ. നിൻ മുറിവിൽ ചേർത്തു നിർത്തി, ആ ചോർപ്പിലൂടെ, ആ കുനിലിലൂടെ, ആ ചോർപ്പിലൂടെ, കുനിലിലൂടെ അവൻ്റെ ഹൃദയത്തിലേക്ക് നിന്ദനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ടങ്ങ് പോകും. നിൻ മുറിവിൽ ചേർത്തു നിർത്തി നിന്ദനങ്ങൾ നീ എടുത്തു, എൻ മനസ്സിൻ ലോലമാകും സ്പന്ദനങ്ങൾ നീ അറിഞ്ഞു. സോ മൈന്യൂട്ട് ഒരു വാക്കിൻ്റെ പെടപ്പൻ്റെ നാവിൻ്റെ ചങ്കിൻ്റെ വിലാപ്പുറത്ത് വരും മുമ്പ് അതിൻ്റെ ഭാരം പോലും എൻ മനസ്സിൻ ലോലമാകും സ്പന്ദനങ്ങൾ നീ അറിഞ്ഞു. ബന്ധനമഴിഞ്ഞ ഉള്ളം വെള്ളരിപ്രാവായി, സന്തതം എരിഞ്ഞ ഹൃത്തിൻ വല്ലരി പൂവായി, സ്വത്തും വേണ്ട സ്ഥാനമാനങ്ങളും അങ്ങു മതിയേ. അച്ഛാ, ഇത് ഇപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വന്നാണ്. ഇതൊരു സ്തുതിയുടെ പാട്ടാണ്, നന്ദിയുടെ പാട്ടാണ്, ഒപ്പം ഇതൊരു സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ടും കൂടിയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ പാട്ടാണ്. ഞാൻ പാടിയപ്പോൾ തന്നെ എനിക്കൊരു, എൻ്റെ മുറിവ് നീ എടുത്ത പിന്നെ എനിക്ക് എന്നാ സ്വാതന്ത്ര്യം, എനിക്ക് എന്നാ ഭാരം. ഞാനൊരു വെള്ളരിപ്രാവായി, വല്ലരിപ്പൂവായി, എൻ്റെ ഹൃദയത്തിൻ്റെ വള്ളി പൂത്തു. എനിക്കിനി സ്വത്വം വേണ്ട, എനിക്ക് സ്ഥാനമാനങ്ങൾ, ഇതൊന്നും എൻ്റെ ജീവിതത്തിൻ്റെ വള്ളി ഈ സ്വത്തേലോ ഒന്നും കയറി പിടിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ വള്ളി നിന്നിലാണ് ചുറ്റിയത്, അത് പൂവായിട്ടുണ്ട്. ദൈവമേ, ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ. എല്ലാവരെയും വളർത്തണം. സ്ഥാനം വേണ്ട, സ്വത്ത് വേണ്ട, പദവി വേണ്ട. ലഭിച്ചാൽ ഓക്കെ, നല്ല കാര്യം. അതിനു വേണ്ടിയുള്ള ഒരു ക്രൈസ് ഇല്ല. ഇത്രയൊക്കെ മതിയെന്ന് പറയാനും, അല്ലേ? കിട്ടിയില്ലെങ്കിലും എന്ന് പറയുന്ന എൻ്റെ ഇടവകയിൽ ലൂർദ് മാതാപ്പള്ളിയിൽ മനു എന്ന് വിളിക്കുന്ന ഒരു സാധു ഹൈന്ദവ മകനുണ്ട്. കാലിന് ഇച്ചിരി സ്വാധീനക്കുറവാണ്. പാവത്തെ ആരും ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛൻ വിശ്വസിക്കുമെന്നറിയില്ല, മതി അച്ഛാ, മതി, ഇതിലപ്പുറം ഒന്നും തരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല പിടപ്പുള്ള ഒരു മനുഷ്യനാണ്. വാട്ട് എ കൈൻഡ് ഓഫ് ബ്ലെസ്ഡ് സ്പിരിച്വാലിറ്റി. നമുക്ക് പ്രാർത്ഥിക്കാം.